കല്യാണദേവി മനസ്സിൽ ധ്യാനിച്ചു വരൂ. ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. അയ്യേ, ഇവനാണോ പരിഷ്കാരി? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോ അതിന്? ഞാനാ ചെറുക്കന്റെ അപ്പൻ. ഞാൻ പെണ്ണിന്റെ അപ്പൻ. ഫാദർ ഇൻ ലോ ആണല്ലേ? കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. ഞാൻ സംസാരിക്കൂടാ. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. എന്നാ ഒരു പരിഷ്കാരി. ഞാൻ മണവാളൻ. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. കാണുന്നത് പാലാക്കാരുടെ നിത്യജീവിതത്തിലെ അവിഭാജ്യ ഘടകമായ കുരിശുപള്ളി, പാലാക്കാരുടെ സ്വന്തം കുരിശുപള്ളി. നല്ല കാര്യങ്ങൾക്കാണെങ്കിലും മോശം കാര്യങ്ങൾക്കാണെങ്കിലും ഈ കുരിശുപള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇവിടുത്തെ നിവാസികൾ ഏത് കാര്യവും തുടങ്ങാറുള്ളൂ. നല്ല കട്ട ഹീറോയിസമുള്ള പല അച്ചായന്മാരുടെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഒരു പാലാക്കാരൻ അച്ചായൻ്റെ പച്ചയായ ജീവിതകഥയാണിത്. ഇതാണ് ഈ കഥയിലെ അച്ചായൻ. ഇതാണ്ട് സംഗതി ഡൗൺലോഡ് ആയിട്ടുണ്ട്. നീ കണ്ടോടാ? പള്ളിയുടെ മുൻവശമല്ലേ അച്ചായ? തമ്പി എന്തിയേ? ചെറിയാച്ചന്റെ കണ്ണാടിക്കട കുറുക്കാശി മേടിക്കാൻ പോയേക്കൊല്ലേ. ആണ്ടേ വരുന്നുണ്ട്. അച്ചായ കുറിക്കാശി കിട്ടിയില്ല, നാളെ തരാമെന്ന് പറഞ്ഞു. അതായത് കണ്ടോ, ഞാനും അവനോട് നാളെ തരാമെന്ന് പറഞ്ഞു. സൂപ്പർ. നീ പോയി തീപ്പിടി മേടിച്ചിട്ടുണ്ടോ? ജിജോ പറയടാ. ഒരു പ്രശ്നമുണ്ട്. ഹലോ ഹലോ പ്ലീസ്. ഹലോ ശരാ ഹലോ ഹലോ. അച്ചായ എന്നാ പറ്റി? അതറിയാൻ മേല. മൗണ്ടിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു. ഒന്ന് പോയി നോക്കിയാലോ? ജോബി നീ വണ്ടി ഇടറാ. എങ്ങോട്ടാ അച്ചായ ഇത്ര സ്പീഡിൽ? അമ്മായിമ്മക്ക് വായിക്കോളി മേടിക്കാം. കൊത്തിച്ചോടോ ജോബി. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അച്ചായന്റെ അമ്മായിമ്മ എവിടെയാണ്? ഉണ്ടായിരിക്കണം. നമുക്ക് ഇറങ്ങി നോക്കാം.
അവരെ കാണുന്നില്ലല്ലോ. പിള്ളേർക്ക് എന്ത് പറ്റിയോ? ഇവിടെ ആ പഴയ പള്ളിയും ശവക്കോട്ടയൊക്കെ ഉള്ളതാ. ഇതൊക്കെ എന്ത് പേടിപ്പിക്കാതെ പാടേ. അച്ചായ ഓടിക്കോ. എന്നാണത്? അച്ചായ ഓടിയാലോ? വേണോ? ഇത് കലക്കി. പിള്ളേരെ പറ്റിച്ചല്ലോടാ. ഹാപ്പി ബർത്ത്ഡേ അച്ചായ. പേടിച്ചോ? ഛേ, ആര് ഞാനോ? ടോമി നാറി, 10 പൈസയ്ക്ക് ഉള്ളിൽ കാലത്ത് കൂതറ വീഡിയോ പോസ്റ്റ് ഇടുന്ന എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? എൻ്റെ അച്ചായ, ഇത് ഞാൻ ഇറക്കുന്ന വീഡിയോ അല്ല, കിട്ടുന്നതല്ലേ തരാൻ പറ്റുള്ളൂ. ഓ, അവൻ്റെ കോപ്പ്. എൻ്റെ അച്ചായോ പ്രായം എത്രയാന്ന് ഓർത്താ? അത് നേരാ. അച്ചായൻ ഇങ്ങനെ വീഡിയോയും കണ്ട് പെണ്ണ് പിടിച്ച് നടന്നു. യൂക്കയിലുള്ള അച്ചായൻ്റെ അമ്മച്ചി എന്നെ ഇട്ടാ പൊരിക്കുന്നേ. ഇനിയെങ്കിലും ഒരു പെണ്ണ് കെട്ടണ്ട അച്ചായ. ബിജു തന്നെ ഇത് പറയണം. എൻ്റെ 35-ാമത്തെ വയസ്സിൽ 34ഓളം പെണ്ണ് കാണിച്ചു. എന്നിട്ടല്ല എന്തായി? അച്ഛൻ ഒറ്റ ഒരാളാണ് അതിന് കാരണം. ഒരു പെണ്ണിനെ കാണും, അവളുടെ ചരിത്രം അന്വേഷിക്കാൻ വേണ്ടി ഈ കോന്തന്മാരെ വിട്ട് ലോകം മുഴുവൻ അന്വേഷിക്കും. ഇനിയെങ്കിലും ഈ അന്വേഷണം ഒന്ന് നിർത്ത്. അന്വേഷിക്കുമേടാ, ഇനിയും അന്വേഷിക്കും. സമ്മതിച്ചു. ഞാൻ തെമ്മാടിയും പെണ്ണുപിടിയനും പരമ ചെറ്റയുമായിരിക്കും എന്ന് കരുതി ഞാൻ കെട്ടുന്ന പെണ്ണും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. കെട്ടുന്നെങ്കിൽ കന്യകയും പരിശുദ്ധമായ ഒന്നിനെ മതി. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ഫ്രീക്കിനെയും വേണ്ട. അതങ്ങനെയാണല്ലോ. എന്ത് കൂതറ കാണിച്ചിരുന്നാലും കെട്ടുന്നുള്ള പരിസ്ഥിതി ആയിരിക്കണം. കണ്ടില്ലേ ഒരുത്തം കുത്തിക്കൊണ്ടിരിക്കുന്നേ. ബിജേട്ടാ, ആ അച്ചായ, ഇത് ഞങ്ങളുടെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓ എൻ്റെ കർത്താവേ, വീണ്ടും പെണ്ണോ? എൻ്റെ കർത്താവേ, 35-ാമത് മൂഞ്ചി ഇരിക്കുന്ന ഞാൻ ഈ 35-ാമത്തെ വയസ്സിൽ ഞാൻ കാണാൻ പോകുന്ന 35-ാമത്തെ പെണ്ണ്. ഇതും ശരിയായില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഇതോടെ നിർത്തും. അച്ചായ, അതിനൊരു ഐഡിയ ഉണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല ഇത്. ഞങ്ങൾ ആദ്യം പോയി പെണ്ണ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അച്ചായൻ പെണ്ണ് കണ്ടാൽ മതി. എന്തായാലും ഈ വർഷം കൊണ്ട് അച്ചായ പെണ്ണ് കെട്ടിച്ചിട്ടുള്ളൂ. എൻ്റെ കർത്താവേ, കാത്തോണേ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നവരാണ് അച്ചായൻ്റെ ചാരന്മാർ. ഇവൻ ഉണ്ണി. പേരുണ്ണി എന്നാണെങ്കിലും ശക്തിയാണ് ഇവൻ്റെ ആയുധം. പെണ്ണിൻ്റെ വീട്ടിലും നാട്ടിലും നേരിട്ട് പോയി പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കുന്നവൻ. നീ എവിടെ പോയതാ? ഇതുപോലെ കരങ്കിയിരിക്കുന്നമാരുടെ ഫോണിൽ വരെ അവളുടെ നമ്പർ ഉണ്ടെങ്കിൽ അവളുടെ സ്റ്റാൻഡേർഡ് നമുക്കറിയാലോ. ഏത്? ചില അവന്മാരുണ്ട്, പടം കാണില്ല, പക്ഷേ സ്റ്റാറ്റസിൽ. അതുപോട്ടെ, ഇവനാണ് അബി. തന്ത്രപരമായി നീങ്ങുന്നവൻ. അവൻ പെണ്ണ് പഠിച്ച കോളേജിൽ പോയിരിക്കുക ചരിത്രം തപ്പാൻ. പെണ്ണിൻ്റെ നിർമ്മലല്ലടാ, ഞാനാ വിഷ്ണു. എടാ, നമ്മുടെ ക്ലാസ്മേറ്റില്ലേ അന്ന, അവൾക്കൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ പേരെന്താ? ചുറ്റിക്കളി ഇല്ലേ? ഓ ആ, എന്നാ ശരി. ഇവൻ ജോൺ. നാക്കാണ് പ്രധാന ആയുധം. വേണ്ടി വന്നാൽ പെണ്ണിനെ തന്നെ ട്യൂൺ ചെയ്ത് കളയും. ഹലോ, എന്തായി? നീ എങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരുടെ നമ്പർ ഒന്ന് ഒപ്പിച്ചതായിരിക്കും. ഞാനിപ്പോൾ ഒലിവ് ഇന്റർനാഷണൽ മുമ്പിലാ. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. ഇവനാണ് ഫുക്രി, അച്ചായൻ്റെ ഗാങ്ങിൽ അവസാനമായി വന്നവൻ. ഗാഡ്ജസ്റ്റ് പുലി, ഈ ടീമിലെ ഹാക്കർ. പെണ്ണിൻ്റെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ആംഡ്രോയിഡ് ആക്ടിവിറ്റി തുടങ്ങി എല്ലാ കാര്യങ്ങളും റീസ്റ്റോർ ചെയ്തെടുക്കാൻ ഇവനറിയാം. ഇവന്മാരാണ് അച്ചായൻ്റെ ചാരന്മാർ.
ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടും എന്നാണ് അച്ചായൻ്റെ ഒരു ഇത്. ചായ നമ്മുടെ പിള്ളേരുടെ വിവരമൊന്നും ഇല്ലല്ലോ. അവന്മാർ എത്ര ആളായി പണി തുടങ്ങി. വെറുതെ അല്ല അച്ചായനെ കട്ട് തിന്നാൻ പോയിട്ട് വരുന്നത്. നീ പോടവില്ല. ചായ പറഞ്ഞു വെച്ചോക്കുമ്പോൾ ഇത് തന്നെയാ സ്ഥലം. ആരും അത് ഒച്ച വെക്കരുത്. എടാ തമ്പി പതിയെ പോണം. ഇതിലേ അങ്ങ് കയറാം. അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇതിൽ നിന്ന് എന്തെല്ലാം തുടങ്ങിയ പണിയല്ല. വാട ഇങ്ങോട്ട്. ഈ കോപ്പിലെ ഒരു മതിൽ എന്നാണ് അത് ഞാൻ ആത്മകരാകരം പറഞ്ഞ ചായ. ജോബി വാടാ. ആരും പേടിക്കണ്ട, ഞാൻ മുമ്പിലുണ്ട്. ഇവിടെ പട്ടിയില്ലെന്നാ തോന്നുന്നത്. ഓ അവന്റെ നാക്ക്. അയ്യോ പട്ടി, പോടാ പട്ടി. ഫോൺ ഫുക്രിയ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാനൊരു ധ്യാനത്തില്. നാളെ രാവിലെ വീട്ടിൽ കാണും. നാളെ ഫോൺ കട്ട് ചെയ്തു വാ. അച്ഛായ പോയാലാണ്. മാറി മാറി. വരുമല്ലേ? ആരെങ്കിലും ഒന്ന് മുട്ട് വേഗം. സരസു 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 അല്ല ചായ, സരസന. ഓടിക്കോ. ഇപ്പൊ പിള്ളേർ വരും. ഇന്നലെ സംഭവിച്ചൊന്നും വിളിച്ച് പറഞ്ഞേക്കില്ല. എടാ തമ്പി, നിന്നെ എനിക്ക് പേടി. അച്ചായ ജങ്ക ജഗ ജഗ. ഇത്തവണയും പണിപാളി. ഓ അതിനെ കണ്ടപ്പോൾ ഓർത്താടാ, അത് പോക്കാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും. അതെ, ഇത്രയുള്ള ആർട്ടിസ്റ്റ് അച്ചായൻ. അന്ന അവള് നമ്മളെ മുത്തല്ല അച്ചായ. അച്ചായ ഇത് ഓക്കെയാ, അവള് തങ്കോ. അച്ചായ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കിക്കോ. ഇനി എന്തിനാണോ ഇത്? ഇത് നമ്മൾ ഉറപ്പിച്ചു. അച്ചായോ, ഇനി ആ പെണ്ണിന് ഇഷ്ടമായില്ലെങ്കിലോ? ബിജുവേ, ഇതെങ്ങാനും നടന്നില്ല പിന്നെ പാലായിക്ക് വരാമെന്ന്. അച്ചായ ഞാനെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ. ഇത് നടക്കും. 35 നല്ല നമ്പറാ. നടന്നാൽ നിനക്ക് കൊള്ളാം. അല്ലേ നീ ഇഴയും. തമ്പിനെ അറിയാലോ. ഹായ് ബിജു, കയറി വാ. മഴ ശല്യമൊന്നും ചെയ്തില്ലല്ലേ? ഇതെങ്ങാനും നടന്നില്ലെങ്കിലും പാവ അച്ചായൻ അല്ലേ? ഇത് ഓക്കെയാടാ മക്കളെ, ഇത് ഉറപ്പിച്ചു. ബിജു ജിലേബിയും ലഡു എടുത്തില്ലേ? ഇനി എന്തിനു ജിലേബിയിലിടൂ? നമ്മള് ബിരിയാണി മേടിച്ചു തരും. ബിരിയാണി. ഇവന്മാർക്ക് ഈ വീഡിയോ അല്ല എവിടെ നിന്ന് കിട്ടുന്നത് എന്തോ. എന്തായാലും ഞാൻ ഇന്ന് തകർക്കും. ഓ ഈ കോപ്പൊന്നും ഡൗൺലോഡ് ആകുന്നുമില്ല. അപ്പൊ അവള് വരാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ഇത് നീ
അച്ചായൻ്റെ ഗ്യാങ്ങിൽ ജോണിൻ്റെ സഹായത്തോടെ ഇവൻ കയറിക്കൂടിയത് ചില കണക്കുകൂട്ടലുകളോടെയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി പല നല്ല ആലോചനകൾ വരെ മുടക്കി അവൻ കാത്തിരുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച അച്ചായൻ ചവിട്ടിത്തേച്ച് കളഞ്ഞ ജീവിതങ്ങളിൽ ഒന്നായിരുന്നു ക്രിസ്റ്റിയുടെ സഹോദരിയുടെ ജീവിതവും. പ്രേമം നടിച്ച് പാവം കളിച്ച അച്ചായൻ അവൻ്റെ ചേച്ചിയുടെ ജീവിതം പറിച്ചെടുത്തത് അച്ചായൻ്റെ മൊബൈൽ ക്യാമറയിലേക്കായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയകളിൽ വൈറലായി പറന്നു നടന്നത് ഒരു പെണ്ണിൻ്റെ മാനവും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളുമായിരുന്നു. ഇത് ക്രിസ്റ്റിയുടെ പ്രതികാരം. പ്രതികരിക്കാൻ പോലും കഴിയാതെ എത്രയെത്ര ജന്മങ്ങൾ. കുറച്ചു സമയത്തെ സന്തോഷത്തിന് വേണ്ടി ഒരു ദിവസം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നത് എത്രയെത്ര ജീവിതങ്ങളാണ്. അത് വൈറലാക്കപ്പെടുന്നത് നമ്മുടെ വിരലുകളിലൂടെയാണ്. ഈ ജീവിതങ്ങൾ ആരുടെയോ അമ്മയായിരിക്കാം, പെങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ ആരുടെയോ ഭാര്യയായിരിക്കാം. അതെ, ആരുടെയോ. ഈ വാക്കുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല. ഓർക്കുക, ഒരിക്കൽ കൂടി, ആരുടെയെങ്കിലും എന്ന് കരുതി നീ ഡൗൺലോഡ് ചെയ്യുന്നതിൽ തെളിയുന്ന മുഖം അത് നിന്റെ